അൻവറിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് അദ്ദേഹം UDFുമായി എല്ലാ വേദികളിലും സഹകരിക്കാൻ ഒരുങ്ങുന്നത്. നിലമ്പൂരിൽ ഉജ്ജ്വല വിജയം UDFിന് നേടിക്കൊടുക്കുന്നതിൽ കാര്യമായ പങ്കുവഹിക്കാൻ അൻവറിനെ കൊണ്ടും കഴിയും എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ്. അതിന് പകരമായി അൻവറിൻ്റെ ലക്ഷ്യം ഏതെങ്കിലും ഒരു സീറ്റ് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടി നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കോൺഗ്രസ് മത്സരിച്ച് പരാജയപ്പെട്ട ഏതെങ്കിലും മലപ്പുറത്തെ സീറ്റ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തവനൂരും താനൂരും ഒക്കെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ മത്സരിച്ച് പരാജയപ്പെട്ട സീറ്റുകളാണ്. എന്നാൽ താനൂരിൽ CK ഫിറോസ് വെറും 985 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടതെങ്കിൽ തവനൂരിൽ KT ജലീൽ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഫിറോസ് കുന്നംപറമ്പിലിനെയാണ്. തവനൂരിൽ KT ജലീലിന് ഇക്കുറി, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല KT ജലീലിനെ ഇനി LDF മത്സരിപ്പിക്കാൻ സാധ്യതയുമില്ല. അത്തരത്തിലേക്ക് വരുമ്പോൾ UDFിന് വേണ്ടി ആ സീറ്റ് തൃണമൂൽ കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കുമോ എന്നുള്ളതാണ് വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. തൃണമൂൽ കോൺഗ്രസ്സിനെ സാങ്കേതികപരമായി UDFിൽ അംഗീകരിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. എന്നാൽ നമുക്കറിയാം 2026 കേരളത്തിലും ബംഗാളിലുമൊക്കെ ഒരേ സമയത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സഖ്യമുണ്ടായാൽ കോൺഗ്രസുമായി ചേർന്ന് 2011 എങ്ങനെയാണോ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയത്, അത്തരത്തിലേക്ക് ഒരു സഖ്യം രൂപീകരിക്കപ്പെട്ടാൽ തീർച്ചയായും കേരളത്തിൽ അതിന് കോൺഗ്രസ് തിരിച്ചും സഹായം ചെയ്യും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. നിലവിൽ കോൺഗ്രസ് തമിഴ്നാട്ടിൽ ഭരിക്കുന്ന സർക്കാരുമായി സഖ്യമാണെങ്കിലും മന്ത്രിസഭയിൽ അംഗമല്ല. തൃണമൂൽ കോൺഗ്രസുമായി ദേശീയ തലത്തിൽ സഖ്യമാണെങ്കിലും ബംഗാളിൽ സർക്കാരിൻ്റെ ഭാഗമല്ലേ അല്ല. മാത്രമല്ല അവിടെ MLAയും കോൺഗ്രസിനില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായി ചേർന്നായിരുന്നു കോൺഗ്രസ് സഖ്യത്തിൽ ഏർപ്പെട്ടത്. അത് കോൺഗ്രസ്സിന് വലിയ രീതിയിൽ വിനാശമായി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കാരണം തൃണമൂൽ കോൺഗ്രസ്സിന് കൃത്യമായും വോട്ടിംഗ് പാറ്റേണിലേക്ക് വരുമ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കപ്പെടാൻ തൃണമൂൽ കോൺഗ്രസ്സിന് കഴിയുന്നുണ്ട് ഇപ്പോഴും എന്നുള്ളത് വളരെ വ്യക്തമാണ്. കേരളത്തിൽ പക്ഷേ LDF വിരുദ്ധ വോട്ടുകൾ കൃത്യമായി UDFിലേക്ക് മാത്രമല്ല ഏകീകരിക്കപ്പെടുന്നതെന്നുള്ളത് കോൺഗ്രസ്സിന് കൃത്യമായി അറിയാം. BJP വലിയ രീതിയിൽ വോട്ട് ഷെയർ ഉയർത്തിയാൽ അത് ബാധിക്കുന്നതും UDFിൻ്റെ ഭാവിയെ തന്നെ ആയിരിക്കും എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് പുതിയൊരു രാഷ്ട്രീയ കക്ഷിയെ സഖ്യത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ളത് ആലോചിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മഹുവ മൊയ്ത്രയും ഡെറക് ഓബ്രൈനുമൊക്കെ കേരളത്തിൽ വന്നത് PV അൻവറിൻ്റെ ക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ്. PV അൻവറിൻ്റെ നിലമ്പൂരിലെയും ഏറനാടും ഒക്കെ ഉള്ള സ്വാധീനം എത്രത്തോളം എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ ഇവിടെ വന്ന് പ്രസംഗിച്ചത്. അതുകൊണ്ട് തന്നെ മമതയെ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ലക്ഷ്യം കൂടി അൻവറിൻ്റെ മുമ്പിൽ ഉണ്ട്. അതിന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മിന്നുന്ന വിജയം നേടിയെടുക്കാൻ അൻവറിന് കഴിയണം എന്നുള്ളത് അൻവറിൻ്റെ കൂടി ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.